സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹീതവും മനോഹരവുമായ ഈ വിശുദ്ധ ശബ്ദത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആഴ്ചയുടെ 1-ാം ദിവസമായ ഈ ദിവസം, ഈ പ്രഭാതത്തിൽ നമ്മുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നമ്മുടെ സന്നിധിയിലേക്ക് പകരുവാൻ, യഥാർത്ഥമായി തന്നെ വിളിച്ചപേക്ഷിപ്പാൻ, പ്രാർത്ഥിപ്പാൻ നമ്മൾ തന്ന ഈ ദിവ്യമായ അവസരത്തിനായി നന്ദി പറയുന്നു. 2-3 പേർ നമ്മുടെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും നമ്മുടെ വചനത്തിലൂടെ കൽപ്പിച്ചതുപോലെ ഇവിടെ ഞങ്ങളുടെ മധ്യേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ, ഞങ്ങളുടെ ആരാധനയെ അനുഭവിക്കുവാൻ ദൈവമേ വന്നിരിക്കുന്ന മഹാദേവയ്ക്കായി നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം അങ്ങനെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനത്തെ നൽകിയ ആത്മീയവും ഭൗതികമായ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ശ്രമിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടെ ഇരുന്നുവല്ലോ അങ്ങേ തിരിച്ചറിവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിച്ചതേക്കായി നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളിപ്പോൾ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങ് സേവിക്കുവാൻ അങ്ങ് സന്നിധിയിലായിരിക്കുമ്പോൾ മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ, മനസ്സോടെ അങ്ങ് സേവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങേ ആരാധിക്കുവാൻ അപ്പോൾ ഞങ്ങളെ ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലേക്ക് കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും പാർക്കണമേ. വരയിൽ നിന്നൊരു തക്ക സ്ഥലത്ത് കൂട്ടിച്ചേർക്കണമേ. ആരും അടുത്ത് ഭവനങ്ങളിലായിരിക്കുവാൻ ഇടവരത്തെ പ്രാർത്ഥിക്കുന്നു. താല്പര്യത്തോടുകൂടെ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതിന്, യഥാർത്ഥമായി തന്നെ ആരാധിക്കുന്നതിന്, ആരാധന അനുഗ്രഹം പ്രാപിക്കുന്നതിന് നമ്മെ സഹായിക്കണമേ. ദൈവം ഈ ആരാധനയെ അനുഗ്രഹിക്കണമേ. ഈ ആരാധന ഓരോ ഭാഗത്തിലും നമുക്ക് കൂടെ ഇരിക്കണമേ. സകല സ്തുതിയും മഹത്വം സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ഇപ്പോൾ കീർത്തന പുസ്തകത്തിലെ 43-ാമത്തെ പാട്ട് നമുക്ക് പാടാം. 43-ാമത്തെ പാട്ട്. സർവലോകാധിപ നമസ്കാരം, സർവസൃഷ്ടകനേ നമസ്കാരം, വാനവും ഭൂമിയും സൃഷ്ടി ചെയ്തോനാം ദയപരപിതാവേ നമസ്കാരം. വാനവും ഭൂമിയും സൃഷ്ടി ചെയ്തോനാം ദയപരപിതാവേ നമസ്കാരം. തിരുവവതാര നമസ്കാരം, ജഗത്തിൻ രക്ഷകനേ നമസ്കാരം, ധരണിയിൽ നരഉയിരോടിരിക്കാൻ
കുരിശേറിയോനെ നമസ്കാരം. ധരണിയിൽ നരറുയിരോടിരിക്കാനായി കുരിശേറിയോനെ നമസ്കാരം. പരിശുദ്ധാത്മാവേ നമസ്കാരം. പരമസദ്ഗുരുവേ നമസ്കാരം. ആരോപിയായ അകം തന്നിൽ വസിക്കും പരിശുദ്ധനെ സദാ നമസ്കാരം. ആരോപിയായ അകം തന്നിൽ വസിക്കും പരിശുദ്ധനെ സദാ നമസ്കാരം. തൊഴിലോനെ നമസ്കാരം. ത്രിയേകദേവ നമസ്കാരം. കർത്താതി കർത്ത കരുണസമുദ്രമേ സ്തുത്യ ത്രിയേക നമസ്കാരം. കർത്താതി കർത്ത കരുണസമുദ്രമേ സ്തുത്യ ത്രിയേക നമസ്കാരം. സാധാരണ ആരാധനക്രമം കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ പുറം. സാധാരണ ആരാധനക്രമം വായന രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം എവിടെ നാമത്തിലുള്ളത്? ആകാശത്തെ ഭൂമിയുണ്ട്. എന്റെ ലംഘനങ്ങളെ എപ്പോഴോടേക്ക് പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളവേ, അരിഷ്ടപാക്കളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും നഷ്ടരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് മരണമേൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ പാപങ്ങളെയും അവൻ നിമിത്തം ക്ഷമിക്കണമേ. നിന്നെയും നിന്റെ ഇഷ്ടത്തെയും കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ മരണത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 96-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യം പെട്ട് വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 96 നമുക്ക് വാക്യം പെട്ട് വാക്യമായിട്ട് വായിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുകയും
ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയനും ഏറ്റവും നിശ്ചിതനുമാകുന്നു. അവൻ സകലദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ. യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനം തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭവും അവന്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ജാതിയുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. അവന്റെ പ്രഹാരങ്ങൾ ചെയ്യുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവന് മുൻപിൽ നടുങ്ങുവിൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളിൽ പറയും. അവൻ ജാതികളുടെ നേരോടെ ഇരിക്കുന്നു. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും ഉയർന്നുകയും ചെയ്യട്ടെ. വയലും അതിലൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും വികസിച്ച് ഘോഷിക്കും. നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശുദ്ധയോടും കൂടെ വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദേവസാളമനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുസ്താവുന്ന കർത്താവ്, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിന് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവന്റെ ആത്മാവിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ശരീരത്തിലും ആത്മാവിലും ഒരുക്കമുള്ളവരായി നിനക്കിഷ്ടമുള്ള കാര്യങ്ങളെ സസന്തോഷം നിവർത്തിക്കേണ്ടതിന് ഞങ്ങളെ ഉപയോഗിക്കാവുന്ന എല്ലാവരിൽ നിന്നും ധാരാളമായ നന്മ കൊണ്ട് ഞങ്ങളെ കാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴ്ത്താൻ നിജപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഭയ്ക്കിരുന്ന് പുതിയ പുസ്തകത്തിൽ 189 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 189, വലിയ പുസ്തകത്തിൽ 171. വലിയ പുസ്തകത്തിൽ 171. സ്വർഗീയ പ്രാവാത്മാവേ, വന്നിടുക എന്നിൽ. കത്തിക്ക സ്നേഹജ്വാലയെ എൻ മനസ്സിൽ. ഈ ഭൂമിയോട് ചേർന്ന് വിനാശമാകുന്നു. ലഭിച്ചു കൊള്ളുവാൻ മോദങ്ങൾ അസാധ്യമാകുന്നു. പിതാവിൽ പാടും ഞാൻ വരവുയർച്ചയിൽ.
വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 20-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം വിശുദ്ധ യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. വിശുദ്ധ യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. ശരി. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ ഇരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിങ്കലും അസ്തമാനത്തിങ്കലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായി ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തെ വേദഭാഗം വായിച്ചു തരുന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 1 മുതൽ 9 വരെ. പൗലോസും സില്ലാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്: നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവരുടെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിധിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്നും വരുന്നത് കാത്തിരിപ്പാനും നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നും അവർ തന്നെ പറയുന്നു. ഇവിടെ
ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്ക് എണീറ്റ് ഹല്ലേലൂയ പാടും. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകുമാറാകട്ടെ. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കുടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടെ അവന്റെ അടുത്ത് അയച്ചു. ഗുരു, നീ സത്യവാൻ, ദൈവത്തിന് വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശല്യമില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരയണം എന്ന് പറഞ്ഞു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നതെന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവന് വിട്ട് പൊയ്ക്കളഞ്ഞു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചിരുന്നു. വേദഭാഗങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ഏറ്റുപറയാം. ശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നായം പരിശുദ്ധാത്മാവാൽ വഹിക്കപ്പെട്ട് കന്യകയിൽ ജനിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാപത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മനുഷ്യർക്ക് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവനും ജീവനുള്ളവരെയും മരിച്ചവരെയും പരിശുദ്ധാത്മാവും ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ പുനരുത്ഥാനം നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കിരുന്ന് പുതിയ പുസ്തകത്തിൽ 331-ാമത്തെ പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 331-ാമത്തെ പാട്ട്, വലിയ പുസ്തകത്തിൽ 303-ാമത്തെ പാട്ട്. വലിയ പുസ്തകത്തിൽ 303-ാമത്തെ പാട്ട്. സ്വന്തം നീനക്കിനി ഞാൻ യേശുദേവാൻ പാപബന്ധം നീക്കഞ്ഞ പ്രിയനാഥ, പാപബന്ധം നീക്കഞ്ഞ പ്രിയനാഥ, സന്തോഷമെന്നു പ്രിയൻ വഴി നടന്നേ അതു ചാവിയെന്നു മറന്നു നിന്നു തടുത്തു വന്നേ അതു ചാവിയെന്നു മറന്നു നിന്നു തടുത്തു വന്നേ ഇമ്പം പാപം തരുമെന്നറിഞ്ഞു
പ്രിയനാഥ പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തുയേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 20-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നേരത്തെ നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 21-ാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പിൻ എന്ന് യേശു അവരോട് പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പിനെന്ന് യേശു അവരോട് പറഞ്ഞു. നമുക്ക് പറയാം. സ്വർഗത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. പല ജീവിത മേഖലകളിലായിരുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വിശുദ്ധ പ്രഭാതത്തിൽ അങ്ങയുടെ സ്ഥലത്തിൽ ഒരുമിച്ച് കൂടുവാൻ, ഒരു മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി തന്ന ഈ തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ഈ വചനങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാൻ, ഇതിന്റെ മർമ്മങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും ഞങ്ങളുടെ ആത്മാവിലങ്ങ് നിറച്ച് വഴി നടത്തണമേ. വചനം കേട്ട് ഹൃദയത്തിൽ നിക്ഷേപിക്കുവാനും വചനപ്രകാരം ജീവിപ്പാനും സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ദൈവം തരുന്ന ശക്തി നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കേന്ദ്ര ആശയം. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ദൈവം തരുന്ന ശക്തി നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. പ്രതികൂലങ്ങളിലെ ദൈവത്തിന്റെ ശക്തി. മനുഷ്യജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ സർവ്വസാധാരണം. പ്രതികൂലങ്ങൾ അപ്രതീക്ഷിതം, ആരെയും എപ്പോഴും ബാധിക്കാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അപ്രതീക്ഷിതമായിട്ട് നേരിടുകയാണ്. എന്നാൽ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ വിജയം നേടുവാൻ, അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് ശക്തി പകരുന്നു എന്നുള്ളതാണ് നമ്മുടെ ധ്യാനഭാഗത്ത് നമ്മെ ദൈവം പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രതികൂലമാണ് നാം ഇവിടെ കാണുന്നത്. യേശുവിനെ പരീശന്മാർ പരീക്ഷിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പരീശന്മാർ യഹൂദ്യരോട് കൂടെ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് അവർ കടന്നു വരികയാണ്. യഹൂദന്മാർ, പ്രത്യേകിച്ച് പരീശന്മാരും ഹെരോദ്യരും എന്ന് പറയുമ്പോൾ ശത്രുക്കളാണ്. ഒരിക്കലും ഒരുമിച്ച് വരുവാനായിട്ട് സാധ്യമല്ലാത്തവർ, പരസ്പരം എപ്പോഴും വൈരികളായിരിക്കുന്നവരാണ് ഈ പരീശന്മാരും ഹെരോദ്യരും എന്ന് പറയുന്നത്. എന്നാൽ യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് പരീശന്മാർ ഹെരോദ്യരോട് കൂടെ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്.
ഇവിടെ പറയുന്നു, പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിനെ ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ, അതായത് പരീശന്മാരുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടെ യേശുവിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് പരീശന്മാരുടെ ശിഷ്യന്മാരും ഹെരോദ്യരും വരികയാണ്. അവർ യേശുവിനെ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് യേശുവിനെ ചതിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ പറയുകയാണ്, മത്തായി 22:16 വാക്യത്തിന്റെ 2ാം ഭാഗത്ത് പറയുന്നു, ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും എന്നാണ് പറയുന്നത്. അവിടെ യേശുവിനെ മുഖസ്തുതി പറഞ്ഞുകൊണ്ട്, മുഖസ്തുതി എന്ന മണ്ണ് യേശുവിന്റെ മേൽ ഇട്ടുകൊണ്ട് യേശുവിനെ ചതിക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. എന്നാൽ യേശു അവരുടെ ഉള്ള അറിയുകയാണ്. സകല ഹൃദയങ്ങളെയും ആരായുന്ന ദൈവത്തെ നാം ഇവിടെ കാണുകയാണ്. യേശു അവരുടെ ഹൃദയത്തെ അറിയുന്നു. അവിടെ ഹൃദയത്തിലെ നിരൂപണം അറിഞ്ഞ് കർത്താവ് അവരെ വിളിക്കുകയാണ് കപടഭക്തിക്കാരെ എന്നാണ്. കപടഭക്തിക്കാരെ എന്ന് കർത്താവ് അവരെ സംബോധന ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം പുറമെ ഭക്തരെന്ന് വിചാരിക്കുന്നവർ പലപ്പോഴും അവിടെ ഉള്ളു നോക്കുമ്പോൾ ഇപ്രകാരമുള്ള അവസ്ഥകളാണെന്ന് പറയേണ്ടതായിട്ട് വരികയാണ്. പുറമെ ദൈവത്തെ സ്തുതിക്കുന്നു, പുറമെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, നല്ല വാക്കുകളിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഹൃദയം എന്ന് പറയുമ്പോൾ പലപ്പോഴും അഭക്തിയാണ് നിറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കപടഭക്തിയാണ് പലപ്പോഴും ഹൃദയത്തിൽ കാണുന്നത്. ഇവിടെ പുറമെ നോക്കുമ്പോൾ ജനമൊക്കെ കേൾക്കുമ്പോൾ നല്ല വാക്കാണ് അവർ പറഞ്ഞത്. നീ നല്ലവനും വിശ്വസ്തനും നേരുള്ളവനും എന്ന് പറയുകയാണ്. ഗുരു, നീ സത്യവാനും ദൈവത്തിന് വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും എന്നവിടെ പറയുകയാണ്. അവിടെ ജനം നോക്കുമ്പോൾ അവർ പറയുന്ന നല്ല കാര്യങ്ങളാണ്, യേശുവിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ ഹൃദയത്തിലെ ചിന്ത എന്തായിരുന്നു എന്നുള്ളത് കർത്താവ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പുറമേ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം പ്രകടിപ്പിച്ചതുകൊണ്ടാകില്ല, ഉള്ളു എങ്ങനെയുള്ളതെന്ന് ദൈവം നോക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കർത്താവിനെ ചതിക്കുവാനായിട്ടാണ് അവർ ഇങ്ങനെ ഒരു മുഖസ്തുതി പറയുന്നത്. ഇന്നും മനുഷ്യർ മറ്റുള്ളവരോട്, അല്ലെങ്കിൽ ഓരോരുത്തരും മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. കൂടെ ഉള്ളവരെ ഇങ്ങനെ മുഖസ്തുതി പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിക്കും. കൂടെ ഉള്ളവരെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉയർത്താനായിട്ട് ശ്രമിക്കും. ഇതിനാണ് എങ്ങനെ തള്ളിയിടാമെന്ന ചിന്തയോടുകൂടെയാണ്. അതെ, മുഖസ്തുതി പറഞ്ഞ് എങ്ങനെ തള്ളിയിടാം, എങ്ങനെ പാട്ടിലാക്കാം, എങ്ങനെ സ്വന്തം വഴി കൊണ്ടുവരാം എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ മുഖസ്തുതി പറയുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ അടുക്കൽ വന്ന് ഒരാൾ മുഖസ്തുതി പറയുന്നുവെങ്കിൽ നാം ശ്രദ്ധിക്കണം, അവൻ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഉയർത്തി പറയുന്നു, എന്നെ കുറിച്ച് ഇങ്ങനെ മുഖസ്തുതി പറയുന്നു എന്നുള്ളത് നാം ചിന്തിക്കണം. ഇവിടെ കർത്താവ് അവരുടെ ഉള്ളത്തെ മനസ്സിലാക്കുകയാണ്. കർത്താവിനെ ചതിക്കുവാനാണ് അത് എന്ന് കർത്താവ് മനസ്സിലാക്കുകയാണ്. കർത്താവ് പറയുന്നു, കപടഭക്തിക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. പരീക്ഷിക്കുക എന്നുള്ളത് പിശാചിന്റെ പ്രവൃത്തിയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഈ പരീക്ഷിക്കുക എന്നുള്ളത്, തെറ്റിക്കുക എന്നുള്ളത് പിശാചിന്റെ പ്രവൃത്തിയാണ്. കർത്താവ് അതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിച്ചത്, കപടഭക്തിക്കാരെ വിളിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്, പരീക്ഷിക്കുന്നത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. പിശാച് യേശുവിനെ പരീക്ഷിച്ചു എന്നുള്ളതാണ്. എന്നാൽ യേശു ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ലക്ഷ്യമാക്കുമെന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഇവിടെ യേശുവോട് ദുഷ്ടത അറിഞ്ഞ് കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നോക്കുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിനക്ക് എന്ത് തോന്നുന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമെന്ന് പറഞ്ഞാലും വിഹിതമല്ല എന്ന് പറഞ്ഞാലും യേശുവിനെ അവർക്ക് വാക്കിൽ കൊടുക്കുവാനായിട്ട് സാധിക്കും. കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ കരം കൊടുക്കുന്നതിന് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാർ എതിരാണ്. പ്രത്യേകിച്ച് കരം കൊടുക്കുമെന്ന് പറയുമ്പോൾ, കരം പിരിവെന്ന് പറയുമ്പോൾ പിരിക്കുന്നവരെയും കരത്തെയും അവർ വെറുത്തിരുന്നു. കാരണം ഗവൺമെന്റ് ഏർപ്പെടുത്തിയതിനേക്കാൾ അധികമായിട്ട് പിരിവുകാർ, ചുങ്കക്കാർ കരം പിരിച്ചിരുന്നു എന്നുള്ളതാണ് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. യേശു സഖായിയുടെ വീട്ടിൽ പോയ സമയത്ത്
ജനം യേശുവിന് നേരെ പിറുപിറുക്കുകയാണ്. അവൻ പാപിയോട് കൂടെ പോയി എന്ന് പറയുന്നത്. കാരണം സഖായി ഒരു ചുങ്കക്കാരനായിരുന്നു, ചുങ്കക്കാരി പ്രമാണിയായിരുന്നു, കരം പിരിക്കുന്നവനായിരുന്നു. കരം പിരിക്കുന്നവരെ പാപിയായിട്ടാണ് സമൂഹം മുദ്ര കുത്തിയിരുന്നത്. കരം പിരിക്കുന്നവരെ പാപിയായിട്ട്, മഹാപാപി, കൊടും പാപിയായിട്ടാണ് കരുതിയിരുന്നത്. അവരെ ജനം വെറുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കരം കൊടുക്കുക എന്ന് പറയുമ്പോൾ ജനത്തിന്റെ ഇഷ്ടത്തിന് എതിരാണ്. അപ്പൊ ജനത്തിനെതിരായിട്ട് തിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ചിന്ത. അപ്പോൾ കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജനം കർത്താവിനെതിരായിട്ട് തീരും. കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കരം അടയ്ക്കണമെന്നുള്ളത് ഗവൺമെന്റിന്റെ ഓർഡറാണ്, കൈസറുടെ ഓർഡറാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ആ ഓർഡറിന് എതിരായിട്ട് നിൽക്കുമെന്ന് പറയുമ്പോൾ അതും ശിക്ഷയ്ക്ക് കാരണമായിട്ട് തീരും. അപ്പോ കരം കൊടുക്കണമെന്ന് പറഞ്ഞാലും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ട് പറഞ്ഞാലും കർത്താവിനെ കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചോദിക്കുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുകയാണ്. കർത്താവ് പറയുന്നു, കരത്തിലുള്ള നാണയം കാണിപ്പിനെന്നാണ്. അവർ ഒരു വെള്ളിക്കാശ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ നാണയത്തിലുള്ള, ഈ വെള്ളിക്കാശിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത്? ഈ നാണയത്തിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത്? അപ്പോൾ അവർ പറഞ്ഞു, കൈസറുടേത്. കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പിൻ എന്ന് കർത്താവ് പറയുകയുണ്ടായി. അവിടെ ദൈവം ശരിയായ ആലോചന നൽകുന്നു എന്നുള്ളതാണ്. ശരിയായിട്ട് സംസാരിപ്പാൻ അല്ലെങ്കിൽ ആ പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ കർത്താവിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തരുന്ന ശക്തി പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനൊക്കെ വേണം നമ്മെ പ്രാപ്തരാക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ വിഭാഗത്ത് നോക്കുമ്പോൾ അവിടെ കോരശിനെ ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കോരശൻ എന്ന് പറയുമ്പോൾ ഒരു പുറജാതിക്കാരനായ രാജാവാണ്. യഹോവയായ ദൈവത്തെ അറിയാത്തവനാണ്. യഹോവയെ അറിയാത്ത പുറജാതിക്കാരനായ കോരശ് എന്ന രാജാവിനെ തന്റെ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവം തന്നെ അഭിഷിക്തനാക്കി കോരശിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കോരശിന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ ദൈവം നീക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യുന്നതാണ്. നിന്നെ വേർചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ നിധികളെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ്. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതെ, ഇവിടെ തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കോരശിൻ ദൈവം വിളിക്കുകയാണ്. കോരശിന് ലഭിച്ച വിളിയും നിയോഗവും നമുക്കിവിടെ കാണാം. ഇവിടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കോരശിന് തന്നെ തന്നെ ദൈവം വെളിപ്പെടുത്തി, താൻ ആരാണ്, താൻ യഹോവയായ ദൈവമാണ്, താനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനായിട്ട് ദൈവം കോരശിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കോരശിന് ഇരുട്ടിൽ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിൽ ഗുപ്തനിധികളെയും നൽകുന്നു. അതോടൊപ്പം തന്നെ ദൈവം കോരശിന് മുൻപായിട്ട് ചെന്ന് ദുർഘടങ്ങളെ നീക്കുകയാണ്. താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതെ, കർത്താവ് നമുക്ക് മുൻപായിട്ട് ചെന്ന് നമ്മുടെ തടസ്സങ്ങളെ നീക്കുന്നു, നമ്മുടെ പ്രതികൂലങ്ങളെ, പ്രതിബന്ധങ്ങളെ നീക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ശക്തി, ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നതെന്ന് തിരുവചനം ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലേഖന ഭാഗത്ത് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവിടെ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നുവെന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും
നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുമ്പോൾ തെസ്സലോനിക്കയുടെ ആ ഒരു വിശ്വാസം ഇവിടെ കാണാം. അവർക്ക് എപ്രകാരമുള്ള വചനം ലഭിച്ചുവെന്ന് ഇവിടെ പൗലോസ് പറയുന്നു. സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ സുവിശേഷം എപ്രകാരം വന്നു? അത് വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ വന്നു എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു, ബഹുകഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടും ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിട്ട് തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾക്ക് നേരിട്ട പ്രയാസങ്ങൾ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ എപ്രകാരം നിലനിന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു എന്നാണ് അവിടെ പറയുന്നത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ അവർ സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു എന്ന് ഇവിടെ പറയുകയാണ്. അവർക്ക് പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനായിട്ട്, ബഹുകഷ്ടം തരണം ചെയ്യുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ ശക്തി അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തക്ക സമയത്ത് ദൈവം അവരെ വിടുവിച്ചു എന്നുള്ളതാണ്, തക്ക സമയത്ത് അവരെ ഉയർത്തി എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തക്ക സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുവാൻ ദൈവം നമുക്ക് ശക്തി തരികയാണ്. കർത്താവായ യേശു ക്രിസ്തു ജയിച്ച രീതി നമ്മുടെ ധ്യാനഭാഗത്ത് നമുക്ക് കാണാം. അപ്പോ തക്ക സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുവാൻ ദൈവം നമുക്ക് ശക്തി തരികയാണ്. ദൈവത്തെ അറിയാതിരുന്ന വേളയിൽ ദൈവം കോരശിനെ പേർ ചൊല്ലി വിളിച്ചു അരമുറുക്കി എന്നിവിടെ പറയുകയാണ്. അസാധ്യമായവയെ ദൈവം സാധ്യമാക്കുകയാണ്. അസാധ്യമായവയെ ദൈവം സാധ്യമാക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ തടസ്സങ്ങളെയും ദൈവം നീക്കുകയാണ്. കോരശിന് മുൻപിലുള്ള എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം നീക്കുകയാണ്. ഒരിക്കൽ എതിർത്ത തെസ്സലോനിക്കയിടയിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുവാൻ പൗലോസിനെ ദൈവം ശക്തീകരിക്കുകയാണ്. ഒരിക്കൽ തന്നെ എതിർത്ത ആ തെസ്സലോനിക്കയുടെ ഇടയിൽ ശക്തമായിട്ട് വചനം അറിയിക്കുവാൻ, ശക്തമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം പൗലോസിനെ ദൈവം ശക്തീകരിച്ചു എന്നുള്ളതാണ്. പൗലോസിന് ധാരാളം പ്രതികൂലങ്ങൾ നേരിട്ടു. സുവിശേഷം നിമിത്തം, സുവിശേഷത്തിനായി ധാരാളം പ്രതികൂലങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും നേരിട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ പ്രതികൂലങ്ങൾ തരണം ചെയ്ത് മുന്നേറുവാൻ പൗലോസിന് സാധിച്ചത് ദൈവത്തിലുള്ള ആശ്രയമാണ്, വചനത്തിലുള്ള ഉറപ്പ്, പരിശുദ്ധാത്മാവിലുള്ള ബന്ധമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട് പൗലോസിന് സാധിച്ചു എന്നുള്ളതാണ്. പ്രതികൂലങ്ങൾ അതിജീവിച്ച് വചനം പോഷിക്കുവാൻ, വിവിധ ഇടങ്ങൾ സഭകൾ സ്ഥാപിക്കുവാൻ പൗലോസിന് സാധിച്ചു. ദൈവത്തിന്റെ ശക്തി എന്നുള്ളതാണ് നാം അത് മനസ്സിലാക്കുന്നത്. ദൈവം നമുക്ക് മുൻപായിട്ട് പോയി നമ്മുടെ എതിർപ്പുകളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. കോരശിന്റെ മുൻപിൽ ദൈവം എല്ലാ എതിർപ്പുകളും നീക്കിയതുപോലെ നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ദൈവം നീക്കുകയാണ്. പരസ്പരം വൈരികളായിരുന്ന യഹൂദന്മാർക്കും ഹെരോദ്യർക്കും ഒരുമിച്ച് നിന്നിട്ടും യേശുവിനെ തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. ദൈവത്തിലുള്ള ആ ബന്ധമാണ് നമ്മുടെ കാണുന്നത്. പരിശുദ്ധാത്മാവിലുള്ള നിറവാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ശക്തി, നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതെ, ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ശക്തി പകരുകയാണ്. ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ ശക്തി നമുക്ക് നൽകപ്പെടുകയാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള ആ ശരിയായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. ദൈവമായിട്ടുള്ള ആ ഒരു ശരിയായ ബന്ധം, വചനത്തിലുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിൽ എപ്പോഴും നാം നിറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ
പ്രതിസന്ധികൾ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുന്ന വേളകളിൽ ഇന്ന് യൗവന തലമുറകൾ പോലും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കാണാം. ഇന്ന് ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ്. കാരണം പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. മുൻപിൽ കടന്നു വരുന്ന ആ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നില്ല. കഴുകിനൊരു പ്രത്യേകതയുണ്ട്. കഴുകിൻ വളരെ താഴ്ന്ന് പറക്കാറുണ്ട്. മലയുടെ താഴ്വരയിൽ താഴ്ന്ന് പറക്കും. പക്ഷേ മലയുടെ മുമ്പിലെത്തുമ്പോൾ അത് ഉയർന്ന് പറക്കും. ആ മലയെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഉയർന്ന് പറക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, ധാരാളം പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് കണ്ട് നാം ഭയപ്പെടുകയല്ല, അതിന് മുകളിലായിട്ട് പറന്നു വീഴുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിന് വചനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ, സാക്രമെന്റുകളിലൂടെ നമ്മെ ശക്തീകരിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മെ ബലപ്പെടുത്തുകയാണ്. നമ്മുടെ കേന്ദ്ര ആശുപത്രിയിൽ പറഞ്ഞതുപോലെ പ്രതികൂലങ്ങൾ അതിജീവിക്കുവാൻ ദൈവം തരുന്ന ശക്തി നമ്മെ വിജയത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ പ്രതികൂലങ്ങൾ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം തന്നെ നമുക്ക് തരികയാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെട കലങ്ങണ്ട. നാളെ കുറിച്ച് ചിന്തിച്ച് നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമുക്ക് ശക്തി പകരുന്നു. നമ്മുടെ ബലഹീനതയിൽ കർത്താവ് നമ്മെ താങ്ങുകയാണ്. നമ്മുടെ ബലഹീനതയിൽ അവൻ നമുക്ക് ശക്തി പകരുകയാണ്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് മുമ്പായിട്ട് അവൻ നിന്ന്, നമുക്ക് മുമ്പായിട്ട് അവൻ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് മുമ്പായി പോയി നമ്മുടെ ദുർഘടങ്ങളെ നീക്കുന്നു, നമ്മുടെ പ്രതികൂലങ്ങളെ അവൻ മാറ്റുന്നു എന്നാണ് ഉറപ്പോടുകൂടെ നാം ആയിരിക്കണം. ആ ഒരു പ്രാർത്ഥനയോടുകൂടെ, ആ ഒരു വിശ്വാസത്തോടുകൂടെ, ഒരു ദൈവിക ബന്ധത്തോടുകൂടെ നമുക്ക് മുന്നേറുവാനൊക്കെ അവൻ സാധിക്കണം. അങ്ങനെ സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ, ജീവിതത്തിൽ വിജയം വരിക്കുവാൻ ദൈവാത്മാവിലൂടെ നമ്മെ സഹായിക്കുകയാണ്. അനുദിനമുണ്ടാകുന്ന ആ പ്രതികൂലങ്ങളെ അതിജീവിച്ച് അപ്രതീക്ഷിതമായി നേരിടുന്ന ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ കാണിരിക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ എവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കഴിവും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ധർമ്മശീല വാക്കും ചൊല്ലിക്കാം. ൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരാത്മാവിനെ നിന്റെ സന്നിധിയിൽ നിന്നു എന്നെ സന്തോഷം എനിക്കു തിരികെ മനസ്സൊരുക്കമുള്ള ഞങ്ങളുടെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ വചനങ്ങളെ ഹൃദയത്തിൽ നിക്ഷേപിക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കണം. ദൈവമേ, ഞങ്ങൾക്ക് നേരിടുന്ന പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ഞങ്ങൾ തളരാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ആത്മാവിലൂടെ, വചനത്തിലൂടെ അന്ന് ഞങ്ങൾ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ കണ്ട്
പ്രതിബന്ധങ്ങളെ കണ്ട് ഞങ്ങൾ ഭയപ്പെടാതെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ, തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഒന്ന് തീർക്കാൻ പ്രാർത്ഥിക്കണമേ. പേരായി കുടുംബമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഓരോ ഇടങ്ങളിലെയും പ്രാർത്ഥനകൾ, ഓരോ കുടുംബത്തിന്റെയും അവസ്ഥകൾ കർത്താവുന്നതാണ്. ഓരോ ജീവിതങ്ങളെയും ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ദൈവമേ, വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണമേ. വാർദ്ധക്യ സഹജമായ ക്ഷീണതകൾ, പ്രയാസങ്ങൾ നീക്കണമേ. വാർദ്ധക്യത്തിന് ഫലം കായ്പാൻ, അങ്ങയുടെ സാക്ഷിയായിട്ട് ശ്രമിപ്പാൻ ദൈവമിടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, വിശുദ്ധ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ ഇടയാക്കണമേ. ഈ ലോകം മുന്നിലായിരിക്കാതെ, ഈ ലോകക്കാരിൽ മാത്രം വ്യാപൃതയായിരിക്കാതെ കർത്താവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി വിവാദപ്പെടുന്നതിനെ സഹായിക്കണമേ. ഈ ലോകവും അനുഭവവും മാറിപ്പോകുന്നുവല്ലോ. ദൈവേഷ്ടം ചെയ്യുന്നവരെ ഇരിക്കുമെന്ന് വചനത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുമല്ലോ. ദൈവേഷ്ടം ചെയ്യുന്നവരാൽ ഞങ്ങളുടെ മക്കളായി വിളക്കുവാൻ ഇടയാക്കണം. ഞങ്ങളുടെ വിദ്യാർത്ഥികളോർക്കും കൈകുഞ്ഞുങ്ങളോർക്കും ദൈവമേ കാരുണ്യവും അതിന് പ്രകാശമാകുന്ന വചനം പഠിച്ചു വളരുവാൻ ഇടയാക്കണം. അങ്ങേ അറിയുന്ന മക്കളായി, അങ്ങ് സ്നേഹിക്കുന്ന മക്കളായി, അങ്ങേ ആരാധിക്കുന്ന മക്കളായിട്ട് ദൈവം തീരുവാനായിട്ട് ഇടയാക്കണം. അങ്ങ് അന്വേഷിക്കുന്ന, അങ്ങ് അനുഗമിക്കുന്ന പുതിയ തലമുറ നിങ്ങളുടെ സഭയിലും സമൂഹത്തിലും ദേശത്തിലും രൂപപ്പെടുവാനൊക്കെ നമുക്ക് സഹായിക്കണമേ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലും നമ്മുടെ സന്നിധിയിലുമായിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് പ്രാർത്ഥിക്കണമേ. രോഗാവസ്ഥയിലായിരിക്കുന്നതിന് പ്രാർത്ഥിക്കണമേ. ഇന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് രോഗമായാലും അത് മാറ്റുവാൻ കർത്താവ് സർവശക്തനാകുന്നുവല്ലോ. സൗഖ്യം നൽകുവാൻ മനസ്സുണ്ട്, സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ എന്ന് ആരായുന്നുവല്ലോ. അപ്രകാരം ദൈവമേ, രോഗാവസ്ഥയിലായിരിക്കുന്നവരെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുറത്തു പറയാൻ സാധിക്കാത്ത ദുഃഖത്തിലും നിരാശയിലും വേദനയിലുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങള്, വേദനകൾ അംഗീകരിക്കണം. സ്വർഗീയമായ സന്തോഷത്താൽ സമാധാനത്താലും കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയായ മാർഗമില്ലാതെ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടഭാരങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം സാമ്പത്തിക പ്രതികൂലങ്ങൾ നീക്കണം. ദൈവം കടഭാരങ്ങൾ നീക്കണം. വരുമാന മാർഗങ്ങളെ തുറക്കണം. സമ്പത്തിന്റെ അനുഭവത്തെ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധപിതാവേ, ഞങ്ങളുടെ കാറ്റാൻ ഗോസ്ബൽ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം സഭ നിങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭ ദൈവമേ, ആത്മീയമായി ഭൗതികമായി വളരുവാൻ നമുക്ക് സഹായിക്കണം. ഞങ്ങളുടെ സഭ ആത്മീയമായി ഭൗതികമായി വളർന്നു ഈ ദേശത്ത് വന്നിരിക്കുവാനൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, നിങ്ങളുടെ ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രമാത്രം ദൈവം നടത്തിയതോർത്ത് നന്ദി പറയുന്നു. ഈ ധാരാളം പണികൾ അവശേഷിക്കുന്നുവല്ലോ. കർത്താവെ, പണികൾ പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് ഈ ആലയത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് കർത്താവ് സന്തോഷിക്കാൻ ഇടയാക്കണം. പണികൾ ചെയ്യുന്നതിന്, പണികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിരിക്കുന്ന സാമ്പത്തികമായ മുഖാന്തരങ്ങൾ തുറക്കണം. സാമ്പത്തിക ഉറവിടങ്ങൾ തുറക്കണം. ദൈവം ഞങ്ങളുടെ സഭയിലെ അംഗങ്ങൾ പുറത്തുള്ളവരും മുന്നോട്ട് താല്പര്യമായിട്ട് സഭാപണികൾക്കായിട്ട്, ആലയപ്പണികൾക്കായിട്ട് നൽകുവാൻ കർത്താവെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ആ മനസ്സും താല്പര്യവും സമർപ്പണവും നൽകണമേ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ആരെങ്കിലും നിർമ്മിപ്പാതൊക്കെ സഹായിക്കണമേ. കർത്താവിന്റെ ദേശത്തെയും ദേശവാസികളെയും ഈ സമയം നോക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം, ദേശവാസികളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ആത്മാവിന് ദേശത്തിന് പകരണം. ദൈവം അങ്ങ് ഒരുക്കുന്ന രക്ഷ പ്രാപിക്കുക, അങ്ങ് ഒരുക്കിയ രക്ഷ കാണുക, അങ്ങ് ഒരുക്കിയ രക്ഷ പ്രാപിക്കുക. ഈ ദേശവാസികളെ സഹായിക്കണമേ. പരിശുദ്ധ കർത്താവേ, COVID-19 മൂലം കഷ്ടതനുഭവിക്കുന്ന ഓരോരുത്തരെയും ഈ സമയം COVID-19 കൊണ്ട് ധാരാളം പ്രയാസത്തിൽ കഷ്ടതയുമായിരിക്കുക. കർത്താവെ, കോവിഡ് എന്ന ആ മഹാമാരി ഈ ലോകത്ത് നീക്കണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ, നഴ്സുമാരെ, മറ്റ് ആരോഗ്യ പ്രവർത്തകരെ ഓർക്കും. മറ്റ് സന്നദ്ധ പ്രവർത്തകരെ ഞങ്ങൾ ഈ സമയം ഓർക്കും.
കർത്താവ് അവരെയൊക്കെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, രോഗികളെ ചികിത്സിക്കാനുള്ള കർത്താവ് കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികൾ പെട്ടെന്ന് സുഖപ്പെടുവാൻ സഹായിക്കണം. ഈ വൈറസ് രോഗത്തിൽ നിന്ന് നീക്കണം, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. കർത്താവെ പ്രവർത്തിക്കണം, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം, എന്നതിനെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവ് അവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റം വരുത്തണം. പരിശുദ്ധ കർത്താവ് നിങ്ങളുടെ സഭയിൽ നിന്നും ദൂരസ്ഥലങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പഠന സംബന്ധമായി, ജോലി സംബന്ധമായി ലോകത്തിൽ നിലങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിന്റെ സംരക്ഷണവും അനുഭവിപ്പാതക്കണം പ്രയാസമാണ്. ദൈവം ശരിയായ മാർഗമില്ലാത്ത ഞങ്ങളുടെ യൗവനക്കാരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയായ മാർഗങ്ങള് അങ്ങ് തുറന്നു നൽകണം. സ്ഥിര വരുമാന മാർഗങ്ങള് കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. പരിശുദ്ധ കർത്താവ് ഇന്നും താങ്കളും കൂടെ നിങ്ങളെ നയിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പ്രിയ പിതാവ്, ആമേൻ. പുതിയ പുസ്തകത്തിൽ 438 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 438 പാട്ട്, വലിയ പുസ്തകത്തിൽ 370 പാട്ട്. വലിയ പുസ്തകത്തിൽ 370. മറ്റൊരു അറിയിപ്പുള്ളത്, ഇന്ന് ബിൽഡിംഗ് ഫണ്ടിനായിട്ടുള്ള കവർ കാണിക്ക സമർപ്പിക്കേണ്ട ഞായറാണ്. കഴിഞ്ഞ പാട്ട് സമയത്ത് സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് ഈ പാട്ടിന്റെ സമയത്ത് കവർ കാണിക്ക സമർപ്പിക്കാനായിട്ട് സാധിക്കും. തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ, നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. യേശുവേ തങ്കമുഖം, യേശുവേ തങ്കമുഖം, ആശ്രദാസനേകുമേ ദിനം തോറുമേ കാണേണമേ. നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. കണ്ടിടുമ്പോളുണ്ടെനിക്ക്, കണ്ടിടുമ്പോളുണ്ടെനിക്ക് വേണ്ടുവോളമാശ്രയം ദിനം തോറുമേ കാണേണമേ. നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. എന്നിരുണ ഉണ്ടഹോലിൻ, എന്നിരുണ ഉണ്ടഹോലിൻ, കണ്ണിൽ നോക്കുന്നോടനെ ദിനം തോറുമേ കാണേണമേ. നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. യേശു ജീവിക്കുന്നതടി, യേശു ജീവിക്കുന്നതടി, ദാസൻ ജീവിച്ചിടുമേ ദിനം തോറുമേ കാണേണമേ. നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. ശക്തി എന്നിൽ പെരുകുന്നു, നിൻ ശക്തി എന്നിൽ പെരുകുന്നു, നിൻ ശക്തിയേറുമാറിയ ദിനം തോറുമേ കാണേണമേ. നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. ഉള്ളമെന്നിൽ
തോറുമേ കാണേണമേ. നിന്റെ മുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. പാപസ്നേഹം പരിത്യജിപ്പാൻ, പാപസ്നേഹം പരിത്യജിപ്പാൻ, പാവനാശനാഥനെ ദിനം തോറുമേ കാണേണമേ. നിന്റെ മുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. ദൈവസ്നേഹം പെരുകിടുവാൻ, ദൈവസ്നേഹം പെരുകിടുവാൻ, ദൈവദാനമേകുക ദിനം തോറുമേ കാണേണമേ. നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. തേജോമയ നാം നിൻ ശോഭ, തേജോമയ നാം നിൻ ശോഭ, തേജസ്സോട് ദേവ ദിനം തോറുമേ കാണേണമേ. നിൻ തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ശിശാൽ കാണിക്കൽ സമർപ്പിച്ചിരിക്കുന്നവർ, മെഴുകുതിരി നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് പ്രീജ രാജേഷ് കളത്തുക. മാസവരി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ ബിജു ഇറയങ്കോട്, റോബിൻസൺ ചന്തവിള. വെഡിംഗ് ഫണ്ടിനായിട്ടുള്ള കവർ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ ദീപു ലിംസ്റ്റൺ കൈപ്പള്ളിക്കോണം, സുൻരാജ് നവജീവൻ, ക്രിസ്റ്റഫർ ക്രിസ്തുപവൻ, റവറൻഡ് RS മനോജ് മിഷൻ വീട്. വിശേഷാൽ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് ഒന്ന് സുശീല ക്രിസ്തുദാസ്, അവരുടെ 7ാം ചരമവാർഷികമായിട്ട് കുടുംബം വിശേഷാൽ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. വിശേഷാൽ കാണിക്ക സുധീഷ്, സജയ സുധീഷ് കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. ജന്മദിന കാണിക്ക ഇവാനിസ് സുധീഷ് കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. പേരെഴുതാതെ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ദാതാവായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, വീണ്ടും പ്രാർത്ഥനകളുമായി സ്തുതി സ്തോത്രങ്ങളുമായി യാതനകളുമായിട്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരും. അന്ന് ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും അനുഗ്രഹങ്ങളെയും നോക്കുമ്പോൾ ഞങ്ങൾക്കത് എഴുതുവാൻ അസാധ്യമാണ്. അത്രമാത്രം ധാരാളം നന്മകളുടെ ഓരോ നിമിഷവും ജീവിതത്തിൽ പകരുന്നത്. ദൈവമേ, ഞങ്ങളുടെ സ്ഥലത്തിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കടാക്ഷിക്കണം. ഭവനങ്ങളിലായിരുന്നുകൊണ്ട്, വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് ആരെങ്കിലും പങ്കെടുക്കുന്ന മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നത്. ഞങ്ങൾ ആയിരിക്കും സ്ഥലത്തിന്റെ താഴ്ച സംരക്ഷിച്ചു നന്മകൾ അനുഭവിക്കുവാൻ തയ്യാറാണ്. ദൈവങ്ങളുടെ സ്ഥലത്തിൽ സ്തോത്ര കാര്യം സമർപ്പിച്ച പ്രിയപ്പെട്ടവരും നൽകിയ കരങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുതലായി ദൈവാലയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും സാമൂഹ്യ പദ്ധതിയും നൽകുന്നു. ദൈവമേ, മേഘത്തിന് നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്ന പ്രീജ രാജേഷ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ,
പ്രസവാനന്തര ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ മകളെ പ്രാർത്ഥനമേ. പ്രസവാന ശുശ്രൂഷ ഇവരെ പ്രവർത്തകരെ തീരുമാനത്തോളം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി നൽകിയിരിക്കുന്ന മരുന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശുക്രാനുകൾ തന്നെ അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് വളരുവാനത്തോളം നാം സഹായിക്കണമേ. ദൈവമേ, കുടുംബത്തെ ഈ സമയം നോക്കുന്നു. കുടുംബനാഥിയെ ഈ സമയം നോക്കുന്നു. ദാനമായി നൽകിയ മക്കളെ നോക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന ഉറപ്പുള്ള വിശ്വാസത്തിനായി പ്രത്യാശയ്ക്കായിട്ട് നന്ദി പറയുന്നു. നൽകിയിരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പിതാവിനെ ഓർക്കുന്നു. ദൈവമേ, ദൈവത്തിന്റെ ഭാര്യ സുശീല പ്രിയ മാതാവ് കർത്താവസ്ഥയിലേക്ക് എടുക്കപ്പെട്ടിട്ട് ഇന്നേ ദിവസം 7 വർഷം തികയുമല്ലോ. 7ാം ജന്മവാർഷികമായിട്ട് ദൈവനാടിപ്പാനത്തോളം നാം നൽകുന്ന അവസരത്തിനായിട്ട് നാം പറയുന്നു. ഇന്നേ ദിവസം സുശീല എന്ന പ്രിയ മാതാവിനെ ഓർക്കുവാൻ, ദൈവത്തിന് നന്ദി സ്തോത്രം അർപ്പിക്കാൻ ദൈവകുടുംബങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നാം പറയുന്നു. പ്രിയ മാതാവിനോട് സ്തുതിക്കുന്നു. പ്രിയ മാതാവിലൂടെ പ്രിയ കുടുംബനാഥനും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ലഭിച്ച നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രിയ മാതാവിനെ ഓർക്കുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ഈ കുടുംബത്തിന് നൽകിയ മനസ്സിനായിട്ട് സ്തുതിക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, നന്മകളാൽ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ ഉച്ചശായി കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന ആ സുധീഷിനെയും സരിയ സുധീഷിനെയും കുറിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഈ കുടുംബനാഥനെയും കുറ്റം പ്രാർത്ഥിക്കണമേ. സുധീഷിന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമകൻ ദേവാലയത്തിൽ ചെയ്യുന്ന സേവനങ്ങളെ കർത്താവ് കാണണമേ, മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ഉയർച്ച പ്രാപിക്കുവാൻ നന്മ സഹായിക്കണമേ. കുടുംബനാഥന് വേണ്ടി പ്രാർത്ഥിക്കും. സരിയെ അനുഗ്രഹിക്കണമേ. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബനാഥയായി ശ്രമിപ്പാൻ, എപ്പോഴും ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുവാൻ ഇടയാക്കണം. ആത്മീയ നന്മകളാലും ഭൗതിക അനുഗ്രഹങ്ങളാലും പ്രാർത്ഥിക്കണം. ഇരുവർക്കും ദാനമായി സമ്പത്തായി നിശ്ചയമായി നൽകിയ മകനെ ഓർക്കുന്നു. ഇവാനിസ് സുധീഷ് എന്ന പ്രിയ മകൻ നമ്മുടെ കരങ്ങളിലേക്ക് തരുന്നു. കഴിഞ്ഞ ദിവസം ദൈവമേ, ഒരു വയസ്സ് പ്രിയ മകന് തികയുന്നുവല്ലോ. കർത്താവെ, ഒരു വയസ്സ് പൂർത്തീകരിക്കാൻ എന്നെ സഹായിച്ചുവല്ലോ. ഈ 1 വർഷക്കാലം ഈ കുഞ്ഞിനെ അത്ഭുതകരമായി അതിശയകരമായിട്ട് വഴിനടത്തി നോക്കുക നന്ദി പറയുന്നു. ഈ 1 വർഷക്കാലം ഈ കുഞ്ഞിനെ നൽകിയ ആത്മീയ ഭൗതികമായ നന്മകൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, പ്രിയ മകൻ ഈ ശുശ്രൂഷകൾ തന്നെ നൽകിയതിലും ജ്ഞാനത്തിനും വിവേകത്തിനും വളരുവാൻ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് വളരുവാൻ വിദ്യുവാൻ ഇടയാക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണമേ. ദൈവം നമ്മുടെ സന്നിധിയിൽ പേരുകളെ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ആഗ്രഹത്തോടുകൂടെ വാഞ്ചയോടുകൂടെ ഈ കാണിക്ക നൽകിയിരിക്കുന്നു എന്ന് കർത്താവ് കാണുന്നു. പ്രിയ മക്കളുടെ പ്രിയത്തിന്റെ പ്രാർത്ഥനകൾ കുത്തവണ്ണം, യാചനകൾ കുത്തവണ്ണം പരിശുദ്ധ കർത്താവ് ഈ ആഴ്ച ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാക്കി നൽകണമേ. ഞങ്ങളുടെ സഭാ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ IMC ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിയോടും ന്യായത്തോടും പ്രവർത്തിക്കാൻ, ദൈവമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. ദൈവമേ, പുതിയ നന്മകളായി അനുഗ്രഹങ്ങളായി നടത്തണം. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ പാപകടങ്ങളെ ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ.
യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമരം നൽകുമാറാകട്ടെ. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. പ്രധാനമായിട്ടൊരു കാര്യം പറയാനായിട്ടുള്ളത് ആരാധനയെ സംബന്ധിച്ചാണ്. ആരാധനയ്ക്ക് പലരും വാ തുറക്കുന്നില്ല. ദേവാലയത്തിൽ വരുന്നത് ചുമ്മാ ഇവിടെ ഇരിക്കാനാണോ എന്നൊരു സംശയം. ഇവിടെ വന്ന് വാ തുറക്കുന്നില്ല. ബൈബിളില്ല, പാഠപുസ്തകമില്ല. അത് യൂത്തായിട്ടുള്ളവർ പോലും കൈമിശിനി വരെയാണ് ദേവാലയത്തിൽ വരുന്നത്. എന്തിനാണ് വരുന്നത്? ദേവാലയത്തിൽ ഇരിക്കുന്നു, വാ തുറന്ന് ആരാധിക്കുന്നില്ല, വാ തുറന്ന് പാടുന്നില്ല, ഇവിടെ വാക്യമാരുടെ ഭാഗങ്ങൾ പറയുന്നില്ല, കർത്താവിന്റെ പ്രാർത്ഥന പോലും എല്ലാവരും ചേർത്ത് പറഞ്ഞില്ല. കർത്താവിന്റെ പ്രാർത്ഥന പോലും ആമേൻ പറയുന്നില്ല. ചുമ്മാ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. പ്രയാസം എന്ന് വിചാരിക്കരുത്. എല്ലാവരും ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യണം. അപ്പോഴാണ് ആരാധനയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. ഓരോ ആരാധനയിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഓരോ ആരാധനയിലും അനുഗ്രഹമുണ്ട്. ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നാം പറയുന്നത് മാത്രമല്ല, ദൈവത്തെ സ്തുതിക്കുന്നത് മാത്രമല്ല, ആരാധനയ്ക്ക് അനുഗ്രഹമുണ്ട്. ആരാധനയുടെ അനുഗ്രഹം ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുക്കും ആരാധന സമയത്ത്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ വരണമെന്ന് പറയുന്നത്. ആരാധനയുടെ അനുഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാധനയുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അതുകൊണ്ട് എല്ലാവരും വാ തുറന്ന് പ്രാർത്ഥിക്കണം. വാ തുറന്ന് വാക്യമായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പറയണം. കർത്താവിന്റെ പ്രാർത്ഥന പറയണം. ആമേൻ കുറച്ച് പറയണം. ഇത് പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ പാടുന്നില്ല. കുറച്ച് ആരും പാടില്ല. നമ്മൾ വലിയൊരു സഭയാണ്. ഓൺലൈനിലൂടെ പലരും കാണുന്നുണ്ട്. നമ്മുടെ സഭയിലുള്ളവർ മാത്രമല്ല, IHC-യിലുള്ള പല പാസ്റ്റർമാരും പല വിശ്വാസികളും ഈ ആരാധന കാണും. ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ കാണും. ഇത് റെക്കോർഡായിട്ട് കിടക്കും നെറ്റില്, ഇന്റർനെറ്റില്. അതുകൊണ്ട് എല്ലാവരും വാതുവന്ന് ഉറച്ച് പാടണം. വേദഭാഗങ്ങൾ വായിച്ച് വിട്ട് വരാൻ വേണ്ടിയാണ് തലേന്ന് ഞാൻ നമ്മുടെ വാട്സപ്പിൽ വേദഭാഗം ഇടുന്നത്. ഞാൻ പൊതുവെ ശനിയാഴ്ച വേദഭാഗം വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഇടുന്നുണ്ട്. കാരണം നമ്മുടെ മൊബൈലുള്ള യൂത്ത് അംഗങ്ങളൊക്കെ ഇടുന്നവരൊക്കെ വായിച്ചിട്ട് വരാൻ വേണ്ടിയാണ്. വേദഭാഗം വായിക്കാറില്ല. വലിയ പള്ളിയാണ് നമ്മുടെ സഭ. വലിയ അംഗങ്ങളുള്ള ചെറിയ സഭയല്ലേ. മുമ്പിലൊരു സഭയെക്കാളും ഇരട്ടി കൂടുതൽ ആൾക്കാരുള്ള സഭയാണ്. അതുകൊണ്ട് നമ്മൾ ആൾക്കാർ സജീവമായിട്ട് ആരും പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത്, കവർ കാണിക്കുക നമ്മൾ തീരുമാനിച്ച് നമ്മുടെ ആലയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. ഒരു കുടുംബത്തിൽ നിന്നും 500 രൂപയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കവർ കാണിക്കുക പലരും പെൻഡിങ്ങാണ്, ബുദ്ധിമുട്ടാണ് എന്നറിയാം. പക്ഷേ നമ്മുടെ ഈ ബുദ്ധിമുട്ടിൽ കൂടെ നാം ദൈവിക കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുമ്പോഴല്ല, ഇല്ലായ്മയിൽ നിന്ന് നാം കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. വിധവയായ സ്ത്രീ തൻ്റെ സമ്പാദ്യം മുഴുവനും ഭണ്ഡാരത്തിൽ ഇട്ടു എന്നുള്ളതാണ്. ഉള്ളതിൽ നിന്നും കൊടുക്കുന്നതല്ല, ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുവാൻ സാധിക്കണം. ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആവശ്യങ്ങളൊപ്പം തന്നെ ഇതും നമ്മുടെ വലിയൊരു ആവശ്യമായിട്ട് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നാം നിറവേറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈദും നമ്മുടെ പ്രധാന ആവശ്യമായിട്ട് നിങ്ങൾ കണ്ട് കവർ കാണിക്കുക. അത് മാസൂരി പോലെ
എല്ലാ മാസവും വിട്ടുപോകാതെ കൊടുക്കണം. പെൻഡിങ് ആയാൽ പിന്നെ വലിയൊരു തുകയായാൽ നമുക്കത് ഭാരമാണ്. ഒന്ന് നാം മാസവരിയായാലും വെള്ളിപ്പള്ളിൻ്റെതായാലും പെൻഡിങ് ഇട്ടാൽ അത് വലിയ ഭാരമാണ്. ചിട്ടിയായാൽ ഭാരമാണ്. ചിട്ടി ധാരാളം പേര് കൊടുക്കാനായിട്ടുണ്ട്. ചിട്ടിയുടെ തുക പെൻഡിങ്ങുള്ള എല്ലാ പേരും കൊടുത്തു തീർക്കണം. നമ്മുടെ ആലയത്തിന്റെ വളർച്ചയ്ക്കായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ചിട്ടി എന്ന് പറയുന്നത്. അതിനെ തകർക്കാനായിട്ട് നാം ആയിട്ട് ശ്രമിക്കരുത്. അതുകൊണ്ട് നാം മാക്സിമം സഹകരിക്കുക. നമ്മളെ കൊണ്ട് അതിന് രീതിയിൽ നാം ദൈവിക കാര്യങ്ങൾ, ആരാധന കാര്യങ്ങളൊക്കെ നാം പങ്കാളികളായി തീരുക. നമുക്കൊരു സാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച്, ദൈവത്തിന്റെ കൃപ അനുസരിച്ച് മാക്സിമം ദേവാലയത്തിനായിട്ട് നാം കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ആലയത്തിന്റെ പണികൾ പൂർത്തീകരിച്ചാൽ പിന്നെ ആലയത്തിന്റെ പണികൾക്കായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുകയില്ല. പണികൾ തീർന്ന് നമ്മുടെ ആലയം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാരമില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്കുള്ള ഒരു കഷ്ടതയാണ് ഈ ഒരു ഭാരം. അത് നാം ഒരു പോസിറ്റീവായിട്ട് എടുത്ത് മാക്സിമം എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അറ്റാലിയൻ സെക്രട്ടറിയാണ്. അടുത്ത ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കളക്ടർ പള്ളിയിൽ ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. സർവ്വനില ലഘുസമ്പാദ്യത്തിൽ ധാരാളം പേർ കുടിശ്ശിക വഹിച്ചിട്ടുണ്ട്. കുടിശ്ശിക വരുത്തിയവർ തുക എത്രയും വേഗം തന്നു വെക്കണമെന്ന് അറിയിക്കുന്നു. ഭവനങ്ങളിലെ കാണിക്കപ്പെട്ടിയിൽ കാണിക്ക സഭയിലെത്തിക്കണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അത് വളരെ കുറച്ച് പേര് മാത്രമേ എത്തിച്ചിട്ടുള്ളൂ. കഴിയുന്നത് എല്ലാവരും എത്രയും പെട്ടെന്ന് അത് നൽകണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ പള്ളിയുടെ പണികൾ ദൈവകൃപയാൽ നടന്നു വരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും നൽകണമെന്ന് അറിയിക്കുന്നു. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. വനിതാ സംഘത്തിൻ്റെ അറിയിപ്പ് വരുന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം വനിതാ സംഘം ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. മറ്റൊരു അറിയിപ്പുള്ളത്, ആരാധന ക്രമങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് ആയി വരുന്നുണ്ട്. എല്ലാവർക്കും ആരാധനയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഇവിടെയും കളത്തുകാരുമായിട്ട് 2 ആരാധന നടക്കുന്നുണ്ട്. ഇവിടെ കാച്ചണിയിലോ കളത്തുകാരിലോ എല്ലാവർക്കും കഴിയുന്നതും ആരാധനകളിൽ മുടക്കം വരാതെ COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ കളക്ടർ സ്ത്രീയുടെ പുനരുത്ഥാന പ്രവർത്തനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുകയാണ്. ഗോസ്ബൽ ലൂതറൻ സഭ കളത്തുകാൽ കരകുളം AIC പുനരുത്ഥാന പ്രവർത്തന റിപ്പോർട്ട് 2020 ഫെബ്രുവരി മാസം മുതൽ സെപ്റ്റംബർ 6-ാം തീയതി വരെയാണ് പ്രവർത്തനങ്ങൾ നടന്നത്. 2020 ജനുവരി മാസം കാച്ചാണി ഗോസ്ബൽ ലൂതറൻ സഭയുടെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം നിരന്തരമുള്ള ആരാധനയുടെ ഭാഗമായി തിരുവനന്തപുരം സർക്കിൾ കമ്മിറ്റിയുമായി സഹകരിച്ച് കളത്തുകാൽ സഭയുടെ ചുറ്റുമതിൽ കെട്ടുന്നതിനായി തീരുമാനിച്ചിരുന്നു. ഇതിൻ പ്രകാരം ഫെബ്രുവരി മാസത്തിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും മതിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ സർക്കിൾ കമ്മിറ്റിയുടെ തീരുമാനം മെയ് മാസം 28-ാം തീയതി സർക്കിൾ കമ്മിറ്റിയുടെ കീഴിൽ പണികൾ ആരംഭിക്കാമെന്നായിരുന്നു. COVID-19 രോഗവ്യാപനം മൂലം ലോക്ക്ഡൌൺ ആയതിനാൽ ആ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചില്ല. ലോക്ക്ഡൌൺ കാലയളവിൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ സാമൂഹ്യ വിരുദ്ധർ കയ്യേറ്റം നടത്തുന്നതായി വിവരം ലഭിക്കുകയും ഇതിന് പ്രകാരം പള്ളി പരിസരം വൃത്തിയാക്കുന്നതിനായി പാസ്റ്ററുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തുകയും പള്ളിയുടെ പരിസരവും കുരിശടി ഇരിക്കുന്ന സ്ഥലവും വൃത്തിയാക്കി പെയിന്റ് ചെയ്യുന്നതിനും പള്ളിയുടെ പേര് എഴുതി ബോർഡ് സ്ഥാപിക്കുന്നതിനും സർവശക്തനായ ദൈവം മുഖാന്തരം നൽകി. ഈ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീമാൻ രജിൻലാൽ, ശ്രീ രാജശേഖർ, ശ്രീ യേശുദാസ്, ശ്രീ ശ്രീനോജ് എന്നിവരെ സഭാ കമ്മിറ്റിയുടെ സ്നേഹപൂർണ്ണമായ നന്ദി ഈ സമയം അറിയിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹം കമ്മിറ്റി അറിയിക്കുകയുണ്ടായി. പള്ളിയുടെ മുൻവശം മാത്രം പൂശി വൃത്തിയാക്കുന്നതിന് സമാധാനമായി ചെയ്തു തരാമെന്ന് അഭിപ്രായം വരികയും ജൂലൈ മാസം 2-ാം ഞായറാഴ്ച പള്ളിയുടെ മുൻവശം പൂശുകയുണ്ടായി. തുടർന്ന് മുൻ കമ്മിറ്റി മണൽ ഇറക്കിയിട്ടിരുന്നതിനാൽ ബാക്കിയുള്ള ഭാഗം മെയിൻ്റനൻസ് ചെയ്യുന്നതിന് തീരുമാനിക്കുകയും ശ്രീമാൻ ഡൊമിനിക് അവരുടെ നേതൃത്വത്തിൽ ആ പണികൾ ആരംഭിക്കുകയും പുറത്തുനിന്ന് മേസ്തിരിമാരെ വിളിക്കുകയും നമ്മുടെ സഭയിലെ യുവാക്കളും മുതിർന്നവരും സഹായികളായി നിൽക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കൃത്യതയോടെ പണികൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പള്ളിയുടെ മുൻവശത്തും വലതുവശത്തുമുള്ളതായ വാതിലുകൾ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു. കാച്ചാണി സഭയിലെ പഴയ പള്ളി പൊളിച്ച് 2 വാതിലുകൾ കളത്തുകാൽ പള്ളിയിൽ എത്തിച്ച് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് എല്ലാ വിശ്വാസികളുടെയും ശ്രമഫലമായി പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഈ പ്രവൃത്തികൾക്ക് ശ്രീമാൻ രാജശേഖർ നേതൃത്വം നൽകി. തുടർന്ന് ചുറ്റുമതിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഗേറ്റ് സ്ഥാപിക്കുന്ന പണികൾ ആരംഭിക്കുകയും ഇതിന് പള്ളിയുടെ പുറകിലെ താമസക്കാരൻ തടസ്സം നിൽക്കുകയും മുൻ കമ്മിറ്റിയുമായി
അവർക്ക് ധാരണയുള്ളതിനാൽ വഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മാസ്റ്ററുടെ അഭിപ്രായത്തിൽ പള്ളിയുടെ സ്ഥലം ILC ട്രസ്റ്റിന്റെ കീഴിലായതിനാൽ അത് നൽകുവാൻ സാധിക്കുകയില്ല എന്ന് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കീഴിൽ നടന്ന ചർച്ചയിൽ തീരുമാനിച്ചു. കാറ്റാണി സഭയിൽ കൂടി നിർവാഹക സമിതി യോഗം ഈ വിഷയം ചർച്ച ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ നടപടികൾ ക്രമങ്ങൾ നടന്നു വരുന്നു. പള്ളി കോമ്പൗണ്ടിന്റെ മധ്യത്തിൽ കൂടി വഴി നടക്കാതിരിക്കുന്നതിന് വേണ്ടി JCB ഉപയോഗിച്ച് മണ്ണിളക്കി കോമ്പൗണ്ട് കൃഷിയോഗ്യമാക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു. കാച്ചാണി പള്ളിയിലെ ഓരോ അംഗങ്ങളുടെയും ചുമതലമായി കളത്തുകാൽ പള്ളിയിലെ കിണറിൽ മുൻപുണ്ടായിരുന്ന പമ്പ് കേടുവരികയും അത് മാറ്റി പുനഃസ്ഥാപിക്കുവാനും കഴിഞ്ഞു. ഇതിലേക്കായി എല്ലാ സാധനങ്ങളും അംഗങ്ങൾ സംഭാവനയായി തന്നു. ശ്രീമാൻ സിറിൽ അസിദാസ് പമ്പും ശ്രീമാൻ അനിൽ അസിദാസ് ടാങ്കും പൈപ്പും ഫിറ്റിംഗ്സും ശ്രീമാൻ തോമസ് കളത്തുകാരും ടാങ്ക് വയ്ക്കുന്നതിന് ആവശ്യമായ സ്റ്റാൻഡിന്റെ സാധനങ്ങൾ ശ്രീമാൻ ക്രിസ്റ്റഫറും സംഭാവനയായി നൽകി. കൂടാതെ ഒരു ബാത്റൂം നിർമ്മിക്കുന്നതിനും സാധിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തക്ക സമയത്ത് ആലോചനകൾ നൽകിയ സർവശക്തനായ ദൈവത്തിന് സ്തോത്രം കരയുന്നു. തുടർന്നുള്ള കളത്തുകാൽ പള്ളിയുടെ പ്രവർത്തനങ്ങൾ ദൈവം സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സഭാ കമ്മിറ്റിയുടെ ആലോചന പ്രകാരം സെപ്റ്റംബർ മാസം 6-ാം തീയതി ഞായറാഴ്ച രാവിലെ പള്ളിയുടെ ആരാധനയ്ക്ക് ശേഷം കാച്ചാണി പള്ളിയിലെ ആരാധനയ്ക്ക് ശേഷം 11 മണിക്ക് കളത്തുകാൽ പള്ളിയിൽ നന്ദി അർപ്പണ ആരാധനയായി നടത്തുവാൻ തീരുമാനിക്കുകയും പാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തു. കളത്തുകാൽ പള്ളിയുടെ പ്രവർത്തനത്തിനായി സംഭാവന നൽകിയവരെയും ശ്രമദാനമായി പണികളിൽ പങ്കെടുത്തവരെയും നിരന്തരമായി പ്രാർത്ഥിച്ചവർക്കും സഭാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. കളത്തുകാൽ പള്ളിയിൽ ഏകദേശം തുകയായി 46,600 രൂപ ലഭിക്കുകയും എന്നാൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ പണികൾ ചെയ്യുവാനും ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കളത്തുകാൽ പള്ളിയുടെ പുനരുദ്ധാരണത്തിനായി സംഭാവന നൽകിയത് ബി ഗ്ലാഡിസ്റ്റൺ സ്റ്റാർ ഹൗസ് പെർമിറ്റ് പ്ലാൻ എസ്റ്റിമേറ്റ് എന്ന വർക്കുകൾ ചെയ്ത് സംഭാവനയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മെൽവിൻ ജോസഫ് നന്ദൻകോട് 2000 രൂപ, മെറ്റിൽഡ ഷൈനി ഭവൻ നെല്ലിയുള്ള 1500 രൂപ, എബണി ക്രിസ്തു ഭവൻ കാച്ചാണി 500 രൂപ, ടൈറ്റസ് കളത്തുകാൽ 600 രൂപയും ഒരു മൈക്കും സംഭാവനയായി ലഭിച്ചു. അതുകൊണ്ട് സന്തോഷ് ഡെന്നിസൺ കാരമന 1000 രൂപ, സുനിൽ രാജ് നവജീവൻ വഴയില 1000 രൂപ, പ്രദീപ് പുന്നാങ്ങോണം 2000 രൂപയും ഒരു കോപ്പും സംഭാവനയായി തന്നു. സുധീഷ് പള്ളിത്തറ കാച്ചാണി 3850 രൂപയും പ്ലംബിംഗ് വർക്കും ചെയ്തു തന്നിട്ടുണ്ട്. പ്രൊഫസർ RS മനോജ് 500 രൂപ, സെൽവരാജ് അനുഗ്രഹ കുന്നാമ്പാറ 500 രൂപയും 2 ആംഗിൾ ബൾബും സംഭാവനയായി തന്നു. തോമസ് കളത്തുകാൽ 5000 രൂപ സംഭാവനയായും 6000 രൂപയുടെ പ്ലംബിംഗ് മെറ്റീരിയലും സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. ബൈജു CI കുണ്ടത്തിൽ 10000 രൂപ സംഭാവനയായി തന്നു. യേശുദാസ് സിറ്റിയിലൂടെ ചർച്ച് 5000 രൂപ, അനിലസിദാസ് പേര് മെറ്റീരിയലായിട്ട് 10700 രൂപയുടെ മെറ്റീരിയൽ വാങ്ങി തന്നിട്ടുണ്ട്. സിറിൽ അസിദാസ് ഒലിവ് 11,555 രൂപയുടെ മെറ്റീരിയൽ, വാട്ടർ പമ്പ്, LED ബൾബ്, LED ട്യൂബ്, റൂഫിംഗ് ഷീറ്റ്, അക്സസറീസ്, ബിൽഡിംഗ് വർക്ക്, പ്ലംബിംഗ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് എന്നിവയാണ് ഇത് സംഭാവനയായി ചെയ്തത്. ദീപു ലിങ്സ്റ്റൺ കൈപ്പള്ളിക്കോണം 4 ലിറ്റർ ഇനാമൽ പെയിന്റ് 1030 രൂപയ്ക്ക് വാങ്ങി തന്നിട്ടുണ്ട്. രാജശേഖർ കൊച്ചുകരിക്കുക 1100 രൂപയ്ക്ക് 4 ലിറ്റർ പെയിന്റ് വാങ്ങി തന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ കല്ലേ ഒരു സീലിംഗ് ഫാൻ സംഭാവന തന്നിട്ടുണ്ട്. ഷാജി മണന്തല ഒരു ടോപ്പ് ലൈറ്റ് സംഭാവന തന്നിട്ടുണ്ട്. പ്ലാവള ലൂറൻ ചർച്ച് ഒരു പ്രസംഗ പീഠം സംഭാവന തന്നിട്ടുണ്ട്. ചാൾസ് ജെ കാച്ചാണി ഒരു GI പൈപ്പും ബിൽഡിംഗ് വർക്കും ചെയ്തു തന്നിട്ടുണ്ട് സംഭാവനയായിട്ട്. ആദിയ അദീന നെല്ലിവിള 14,500 രൂപയുടെ മെറ്റീരിയൽസും അലുമിനിയം ഷീറ്റ്, ആംഗിൾ അയൺ തുടങ്ങിയ സാധനങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. മണ്ണന്തല ലൂറൻ ചർച്ച് 10 ബെഞ്ചും 10 കസേരയും സംഭാവന നൽകിയിട്ടുണ്ട്. രാജു തുണ്ടത്തിൽ 2000 രൂപ, ടിബി ബാബു തുണ്ടത്തിൽ 10000 രൂപ, സനൽ രാജ് കാവടിത്തലക്കൽ 2000 രൂപ, റവറന്റ് EJ പ്രമോദ് 500 രൂപ. ഇത്രയാണ് സംഭാവനയായിട്ട് ലഭിച്ചത്. പള്ളിയുടെ പ്രവർത്തനങ്ങളിലെ ചെലവുകൾ വായിക്കാം. സിമെന്റും അതർ മെറ്റീരിയൽസും കൂടി 7000 രൂപ, JCB വാടകയ്ക്ക് വിളിച്ചത് 7300 രൂപ, ഫ്ലോർ പെയിന്റ് വാങ്ങിയത് 3040 രൂപ, ഹോളോ ബ്രിക്സ് വാങ്ങിയത് 3900 രൂപ,
ബാത്റൂമിന് ആവശ്യമായ റിങ്ങും അതിൻ്റെ വെഹിക്കിൾ റെൻറ്റും എല്ലാം കൂടി വാങ്ങിയത് 5600 രൂപ. യൂണിയൻ ചാർജ് 800 രൂപ. നന്ദിയർപ്പണ ആരാധനയ്ക്ക് ചായയും വടയും നൽകിയത് 781 രൂപ. ആകെ ചിലവ് 28,421 രൂപ. ആകെ തുകയായി ലഭിച്ചത് 4,660 രൂപയും ആകെ ചിലവ് 28,421 രൂപയാണ് ചിലവ്. നീക്കിയിരിപ്പ് 18,671 രൂപ നീക്കിയിരിപ്പായിട്ടുണ്ട്. വരവ് 46,660 രൂപയും ചിലവ് 28,421 രൂപ. നീക്കിയിരിപ്പ് 18,671 രൂപ. കളത്തുകാൽ പള്ളിയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പണികൾ സമാധാനമായി പങ്കെടുത്തത് സിറിൽ സീതാസ് ഒലിവ്, ചാൾസ് ജെ കാച്ചാണി, ഡൊമിനി കൈപ്പള്ളിക്കോണം, ഡേവിഡ് കൈപ്പള്ളിക്കോണം, ദീപു ലിവിസ്റ്റൺ കൈപ്പള്ളിക്കോണം, തോബിത് കൈപ്പള്ളിക്കോണം, തോമസ് കളത്തുകാൽ, ബിജു ഇറയങ്കോട്, രാജേഷ് കളത്തുകാൽ, ലിജോ ചന്ദ്രള, ശാലിൻ രാജകുമാർ, സുധീഷ് പള്ളിത്തറ, ജ്യോതിഷ് പള്ളിത്തറ, സെൽവരാജ് അനുഗ്രഹ, രാജശേഖർ കൊച്ചിയിരിക്കും, യേശുദാസ് കാപ്പിവിള, പ്രദീപ് പുന്നാങ്കോണം, ശ്രീനോ ചെക്കക്കോണം, രജിൻലാൽ ചെക്കക്കോണം, സുനിൽരാജ് നവജീവൻ വഴിയില, അനിലസീദാസ് ബേദൽ കാച്ചാണി, ക്രിസ്റ്റഫർ ആർ ക്രിസ്തുവൻ നെല്ലുള, കെ കുട്ടപ്പൻ പുറത്തുണക്കുന്ന്, ബി ഗ്ലാഡിസ്റ്റൻ സ്റ്റാർ ഹോസ് കാച്ചാണി. ഇത്രയും പേരാണ് പണികളിൽ പങ്കെടുത്തത്. പണികൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവർക്കും സഭാ കമ്മിറ്റിയുടെ നന്ദി സമയം അറിയിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ